ആമയിഴഞ്ചാന്തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം. മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് മൂലമുള്ള വിവിധ പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം. വ്യാഴാഴ്ച രാവിലെ 11:30 ഓൺലൈനായിട്ടാണ് യോഗം ചേരുക. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, മാലിന്യ കൂമ്പാരത്തിൽ ഒരു ജീവൻ കൊടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ സർക്കാർ ഇതിൽ കണ്ണു തുറക്കുന്നത് പോലും, ഒപ്പം അടിയന്തര യോഗം വിളിക്കുന്നതും. രജനി, അത് തന്നെയാണ്. ഒരു ജീവൻ, സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെയും തൊഴിലാളിയുടെയും ജീവൻ മാലിന്യ കൂമ്പാരത്തിൽ ഇല്ലാതായതിന് പിന്നാലെയാണ് സർക്കാരിനെതിരെ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ ശക്തമായത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നങ്ങളിൽ എന്ത് പരിഹാരം കാണാമെന്നൊരു യോഗം കൂടി തീരുമാനിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 18-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം ഓൺലൈനായിട്ടാണ് ചേരുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ്, തൊഴിൽ, ഭക്ഷ്യം, കായികം, റെയിൽവേ, ആരോഗ്യം, ജലവിഭവ വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. റെയിൽവേ ഡിവിഷൻ മാനേജരും യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ നമുക്കിപ്പോൾ വ്യക്തമാവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന ആമയിഴഞ്ചാന്തോട്ടിലൂടെ എത്തുന്ന മാലിന്യങ്ങൾ എങ്ങനെ റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തി ഇങ്ങനെ അടിഞ്ഞുകൂടുന്നു, ആ അടിഞ്ഞുകൂടിയത് മൂലം ഇത്തരത്തിലുള്ള ജലത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നത്. അതിനുശേഷം എന്ത് പരിഹാരം കാണാമെന്നുള്ളതും യോഗം ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗമായ തമ്പാനൂർ അടക്കമുള്ള മേഖലകൾ, വഞ്ചിയൂർ, പാറ്റൂർ അടക്കമുള്ള മേഖലകളിലും ഈ ആമയിഴഞ്ചാന്തോട് കടന്നു പോകുന്നുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. വെള്ളത്തിന്റെ ഒഴുക്ക് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. ഇതുമൂലം കൊതുക് മുട്ടയിട്ട് വലിയ രീതിയിലുള്ള അസുഖങ്ങളിലേക്കും രോഗവ്യാപനത്തിലേക്കും തലസ്ഥാന ജില്ല പോകുന്ന ഒരു പശ്ചാത്തലം. ഇതൊക്കെ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു അടിയന്തര യോഗം ചേരാൻ ഇപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വിവിധ വകുപ്പിന്റെ ഏകോപനമില്ലായ്മ അടക്കം വിമർശനങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് വിവിധ വകുപ്പുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു അടിയന്തര യോഗത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, 12 കോടിയിലധികം രൂപ മാറ്റിവെച്ച് തലസ്ഥാന ജില്ലയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഒരുങ്ങിയപ്പോഴും ഈ ഒഴുക്കിയ കോടികൾ എവിടെ എന്നൊരു ചോദ്യം പൊതുജനം ചോദിക്കുന്നുണ്ട്. ഇതിലടക്കം ഒരു വ്യക്തത വരുത്താനും, ഒപ്പം ഏതൊക്കെ തരത്തിലൂടെ ഈ ഓപ്പറേഷൻ അനന്ത അടക്കമുള്ള പദ്ധതികൾ വീണ്ടും കൊണ്ടുവരേണ്ടതായിട്ടുണ്ടോ, ഒപ്പം തന്നെ അത് കൂടുതലായി വ്യാപിപ്പിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ചൊവ്വാഴ്ച ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജോയിയുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വേസ്റ്റ് മാനേജ്മെന്റ് രീതിയിൽ ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ യോഗം നേരിടേണ്ടി വന്ന സാഹചര്യത്തിലും ശാലി, നമുക്കറിയാം ഇന്നലെ ഈ ജോയിയുടെ സംസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മേയറും അതുപോലെ തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. റെയിൽവേ ആണ് ഈ അപകടത്തിന് കാരണക്കാരായവർ പോലും അവർ മാലിന്യം കൃത്യമായ രീതിയിൽ മാറ്റിയില്ല എന്ന്. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ കൊടുത്ത ഒരു പാക്കേജിൽ സ്റ്റോറിയിൽ പറയുന്ന കൃത്യമായ രീതിയിൽ റെയിൽവേ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെയും എന്തിനാണ് ഇങ്ങനെ റെയിൽവേയുടെ പേര് പഴിചാരിക്കൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം ആണ് വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ ഉദ്യോഗസ്ഥരും ഈ വ്യാഴാഴ്ച നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ കൃത്യമായി തന്നെ മറുപടി പറയാനുള്ള ഒരു സാഹചര്യം കൂടെ കാണുന്നില്ല ഈ യോഗത്തിൽ. രജനി, ഇതിൽ നഗരസഭ ചൂണ്ടിക്കാട്ടുന്നത് എല്ലാ രീതിയിലുള്ള വീഴ്ചകളും ഉണ്ടായിട്ടുള്ളത് റെയിൽവേയുടെ ഭാഗത്തു നിന്നാണ്. ആമയിഴഞ്ചാന്തോടിന്റെ ടണൽ ഏകദേശം 117 മീറ്ററോളം വരുന്ന ടണൽ, അതാണ് റെയിൽവേ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ 3ാമത്തെ പ്ലാറ്റ്ഫോം മുതൽ 5 പ്ലാറ്റ്ഫോം വരെ വരുന്ന ആ ഒരു ഭാഗത്തൂടി കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് നിന്ന് ലഭ്യമായ വേസ്റ്റുകളിൽ 2-3 പ്ലാസ്റ്റിക് കപ്പുകൾ, അത് റെയിൽവേയുടെ പേരിലുള്ള അല്ലെങ്കിൽ റെയിൽ നീർ അടക്കമുള്ള കുപ്പികളുടെ വേസ്റ്റുകളും കിട്ടിയതാണ്. ഇത്തരത്തിൽ തിരുവനന്തപുരം ആമയിഴഞ്ചാന്തോട് വേസ്റ്റ് എറിയുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ടാക്കുന്നത് റെയിൽവേ ആണ് എന്നുള്ള രീതിയിലേക്ക് തിരുവനന്തപുരം നഗരസഭ എത്തിയത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് സ്വന്തം ഭാഗം വ്യക്തമാക്കുക, ഒപ്പം തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ വേസ്റ്റുകൾ അവിടെ ഡംപ് ചെയ്യുന്നത് ഉണ്ടായിട്ടില്ല, വെള്ളം മാത്രമാണ് ഒഴുക്കി വിടുന്നത് ഉണ്ടായിട്ടുള്ളൂ. മറ്റ് തലസ്ഥാന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഏകദേശം 12 കിലോമീറ്റർ നീണ്ടിട്ടുള്ള ആമയിഴഞ്ചാന്തോട്ടിലൂടെ എത്തുന്ന വേസ്റ്റുകളാണ് ഈ ടണലിലൂടെ അടക്കം കടന്ന് അവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും ഒപ്പം തന്നെ വേസ്റ്റ് അടിഞ്ഞുകൂടിയുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള
തിരിച്ചടിച്ചുള്ള വിമർശനവും മറുപടിയും ഒക്കെയാണ് റെയിൽവേ നടത്തിയിട്ടുമുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളടക്കം റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ രീതിയിലുള്ള വ്യക്തതയും ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വീഴ്ചകൾക്ക് എന്ത് പരിഹാരം കാണാമെന്നുള്ളൊരു രീതിയിലേക്ക് നഗരസഭ എത്തുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തായാലും നഗരസഭയുടെ ഈ കെടുകാര്യസ്ഥിതിയിലും ഈ മാലിന്യം നീക്കം ചെയ്യുന്ന സംവിധാനത്തിലടക്കമുണ്ടായ വീഴ്ചകൾ, ഒപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ കാനകളടക്കം ശുചിയാക്കേണ്ടതാണ്. പക്ഷേ മഴക്കാലം തുടങ്ങി കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുമ്പോഴും അത് ഉണ്ടായില്ല എന്നുള്ളതാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച. ഈ വീഴ്ചയടക്കം എന്തായാലും വിമർശനങ്ങൾക്ക് പിന്നാലെ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുവാൻ പോവുകയാണ്. മാലിന്യം കുന്നുകൂടി കിടക്കുന്ന മൂലമുള്ള വിവിധ പ്രശ്നങ്ങൾ സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്യും. റെയിൽവേയും ഈ യോഗത്തിൽ പങ്കെടുക്കും. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.